അതെ, നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രെങ്ത് അല്ലേ അറിയേണ്ടത്. അതെ, ഇതിപ്പോ ശരിയാക്കിയ ഞാനൊരു 100 കിലോ കാണുമായിരിക്കും. നോക്കാം. 100 കിലോ ഉണ്ടോ? കാണുമായിരിക്കും. അത് കേറി നിൽക്കുകയാണ്, എടുക്കുകയാണോ? നോക്ക്, ഉണ്ടോ? ഒന്നും സംഭവിച്ചില്ല. ഒന്ന് കേറി നിന്നേ നോക്കട്ടെ എത്ര ഉണ്ട് എന്നുള്ളത്. 100 പറഞ്ഞത് 114. ഈശ്വര, ഞാൻ വിട്ടു. 500 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ മെഷീനിൽ ഉരുക്കി നമ്മൾ സെറ്റ് ആക്കുകയാണ് ചെയ്യണം. ആ ഒരു കമ്പിങ് കോലൊക്കെ വെച്ചിട്ട് സെറ്റപ്പ്. ഓക്കെ, അത് കാരണം ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ മെറ്റീരിയൽ. അതെ അതെ. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ഇവിടുന്ന് കിട്ടും എന്നതാണ് ഈ ഒരു ഫാക്ടറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. FG Rao എന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തായിട്ട് മാരാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളെന്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ, ഗ്രോ ബാഗ്സ് ചെയ്യുന്ന ഒരു അടിപൊളി കമ്പനി, ഒരു ഗംഭീര കമ്പനി തന്നെയാണിത്. ഇവിടെ ഇത് മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള ടാർപോളിൻസ്, നമുക്ക് ആവശ്യമുള്ള ഏതാണോ സൈസ്, ആ സൈസിലൊക്കെ ചെയ്തു തരുന്ന ഒരു വലിയൊരു കമ്പനി. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറിയുടെ വിശേഷങ്ങളിലേക്ക്. ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറിയുടെ ഓണർ ബിനോയ് ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? 4 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. 4 വർഷമായി. ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് ടാർപോളിൻ. അതെ അതെ. ഈ ഒരു ഗ്രോ ബാഗിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഗ്രോ ബാഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാ വെച്ചാല് ഇപ്പം ടാർപോളിന്റെ കൂടെ ഇപ്പൊ അത് പർച്ചേസ് ചെയ്യുന്ന പല ആൾക്കാരും ഗ്രോ ബാഗ് ഉണ്ടോന്ന് നമ്മളോട് ചോദിക്കാൻ തുടങ്ങിയിരുന്നു. പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, പക്ഷെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവാം, പക്ഷെ എവിടെ കിട്ടുമെന്ന് ഒരു പിടിയില്ല. അപ്പൊ അങ്ങനെ കസ്റ്റമർ എൻക്വയറി വന്നപ്പോൾ നമ്മൾ അതേപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അന്വേഷിക്കാൻ തുടങ്ങുമ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. ഇത് കുറച്ച് ടഫാണ് പരിപാടി അല്ലേ? വേറൊന്നുമല്ലെന്നേ, ഇപ്പം നമ്മൾ ഇതൊരു 5 to 7 years ലാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ അത് മാനുഫാക്ചർ ചെയ്യണം. അതെ അതെ അതെ. അത് അപ്പൊ എന്നാ വെച്ചാല് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന നൂല് പോലും നമ്മൾ ശ്രദ്ധിക്കണം. മണ്ണ്, ചെളി, വെള്ളം, വെയിൽ ഇതെല്ലാം വരും. അപ്പൊ അതിനെ ആ ഒരു പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള ശേഷി ആ നൂലിന് പോലും ഉണ്ടാവണം. അപ്പൊ നൂലൊക്കെ അന്വേഷിച്ച് ദൂരം നടത്തുന്നറിയോ, കുറച്ച് കാലങ്ങൾക്കുള്ള ശരിക്കും ഒരു വലിയൊരു റിസർച്ച് ഇതിന്റെ പുറകിലുണ്ട്. അതുണ്ട്. അപ്പൊ ഇനി എനിക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ രീതി. ഇപ്പം നൂലടക്കം നിങ്ങൾ പറഞ്ഞു, നൂലാണെങ്കിൽ പോലും നമ്മൾ ആ പ്രൊഡക്ഷനിലും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. ആ ഒരു പ്രൊഡക്ഷനിലേക്ക് നമുക്ക് അടക്കാം, എങ്ങനെ ചെയ്യുന്നത്. 220 GSM ക്വാളിറ്റി ഉള്ള റോൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതില് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് കയറ്, അതായത് അതിന്റെ വക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. അപ്പൊ 4 mm കയറ് നമ്മൾ സാധാരണ മാർക്കറ്റിലൊക്കെ കാണുന്നതൊക്കെ 2 mm ആ ഒരു ഇതിലൊക്കെ ആയിരിക്കും. ഇത് 4 mm കയറ് നമ്മളൊരു 450 ഡിഗ്രി 500 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ മെഷീനിൽ ഉരുക്കി നമ്മൾ സെറ്റ് ആക്കുകയാണ് ചെയ്യണം. എന്നിട്ട് ആണ് അതിന് ആവശ്യമായിട്ടുള്ള ഓരോന്നിനും ഓരോ സൈസാണല്ലോ. അപ്പൊ ആ സൈസിന് ആവശ്യമായിട്ട് ഇത് കട്ട് ചെയ്ത് ഓരോന്നിന് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകണത്. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. കാരണം എന്താ വെച്ചാല് അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ, ഇതാണല്ലോ കൂട്ടിച്ചേർത്ത് നിർത്തുന്നത്. അപ്പൊ ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ഡബിൾ സ്റ്റിച്ചിങ്. ഡബിൾ സ്റ്റിച്ച് ആണ്, സിംഗിൾ സ്റ്റിച്ച് അല്ല, ഡബിൾ സ്റ്റിച്ച് ആണ്. അതിന് കൂടുതൽ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡബിൾ സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഇത് ജോയിൻ ചെയ്തിരിക്കുന്ന സമയം ചെയ്യുന്ന ഒരു പോർഷനിൽ നമ്മളൊരു എക്സ്ട്രാ സ്ട്രിപ്പ് വെച്ചിട്ട് ഒരു എക്സ്ട്രാ ഒരു പീസ് കൂടി സ്റ്റിച്ച് വീണ്ടും ചെയ്യുന്നു. അതെ അതെ. അത് എന്താന്ന് വെച്ചാല് അതിനൊന്നും കൂടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഒരു ക്രോസ് സ്റ്റിച്ച് കിട്ടുമ്പോ ആ ജോയിന്റ് നമ്മൾ എങ്ങനെ പിടിച്ചാലും ഒരു വിധത്തിൽ ഇളകി പോവില്ല, തൂങ്ങിയാൽ പോലും പോവില്ല. അത് നമ്മൾ ആദ്യം കണ്ടത് അത്രയും സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ലേബലും കൂടി നിങ്ങൾ ഒരു ബ്രാൻഡ് നമ്മളിതിനകത്ത് ഫിലിപ്പ് എന്നുള്ള ലേബൽ ഉണ്ടാവും നമ്മളുടെ ഇതിനകത്ത്. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി എന്താണ്? പിന്നെ അത് നമ്മള് മറിക്കലൊരു വലിയ പണിയാ. അതിങ്ങനെ മറിക്കാന്ന് പറഞ്ഞാൽ നമ്മള് കൈ കൊണ്ട് മറിക്കുന്ന അത്ര എളുപ്പമല്ല. അതിനാണ് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പണി ഇവിടെ നടക്കുന്നത്, ഒരു കമ്പിങ് കോലൊക്കെ വെച്ചിട്ട് സെറ്റപ്പ്. കാരണം ഇത് കുറച്ച് സ്ട്രോങ് ആണല്ലോ മെറ്റീരിയൽ. അതെ അതെ അതെ. ഇതിനുശേഷം ഇനി എന്താ അടുത്ത പരിപാടി? അത് സൈസ് ഷോർട്ട് ചെയ്ത് നമ്മള് ബണ്ടിലാക്കിയിട്ട് സ്റ്റോർ ആക്കി വെക്കും. കാരണം എന്താ വെച്ചാല് 500 1000 ചോദിച്ചാൽ പിടി നിർത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മള് പ്രോസസിംഗ് രീതികളൊക്കെ കണ്ടു കഴിഞ്ഞു, അതായത് പ്രൊഡക്ഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കൂടെ ഡേവിസ് ചേട്ടനും കൊണ്ട് കമ്പനിയുടെ മാനേജറാണ്. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ സൈസാണ്. എത്ര സൈസിലൊക്കെ ഇത് വരുന്നത്? ഇത് ഏറ്റവും ചെറിയ സൈസാണ്, 6 ഇഞ്ച് വ്യാസം, 6 ഇഞ്ച് ഹൈറ്റ്. ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാം. അതൊരു പൊടി കുഞ്ഞൻ. ഇതതുപോലെ 12 ഇഞ്ച് വ്യാസവും 9 ഇഞ്ച് ഹൈറ്റും, നന്നായിട്ട് പച്ചക്കറികളൊക്കെ ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. പിന്നെ അത് നന്നായിട്ട് മൂവ് ചെയ്യണം കേട്ടോ. ഇത് 12 ഇഞ്ച് വ്യാസവും
12 ഇഞ്ച് ഹൈറ്റും. ഇത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു സൈസാണ് ഇത്. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും അതിൽ പോകും. അതുപോലെ ഒരുപാട് സൈസുകളുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് സ്ക്വയർ ഷേപ്പിൽ വേണമെങ്കിലേ അതുകൊണ്ടല്ലേ ബഞ്ചായിട്ട് ഇപ്പൊ നമ്മള് മല്ലിയില പുതിനയില അങ്ങനെയുള്ള സംഗതികളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ അടിച്ചു തരും. ഇത് കണ്ടോ, അതിനൊരു പോക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഒരു പൈപ്പോ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റഡി ആയിട്ട് അതെ അതെ. ഇത് നല്ല എന്താ പറയാ ഇറക്കുള്ള ടൈപ്പാണ്. അതെ അതെ അതെ. അതുപോലെ ഏത് സൈസ് വേണേലും ഉണ്ട്. ഇത് വലിയൊരു സൈസ്. ഇത് കൂടാതെ ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കസ്റ്റമേഴ്സിന് ചിലപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു അവരുടേതായ ഒരു സൈസ് ആവശ്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ? പിന്നെന്താ, ഏത് സൈസ് പറഞ്ഞാലും ചെയ്യും, ഏത് ഷേപ്പ് പറഞ്ഞാലും ചെയ്യും. തെങ്ങ് നടാന്, പ്ലാവ്, മാവ് അങ്ങനെയുള്ള സാധനങ്ങൾ നടാനൊക്കെ ഏത് സൈസും ഉണ്ട്. വലിയ സൈസും ചെയ്യും. പിന്നെന്താ. ഇനി അവർക്ക് ചില ആളുകൾക്ക് അവരുടെ വീടിന്റെ സ്പേസ് അനുസരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിലൊന്നും ഉള്ള സൈസ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു കോർണർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണെങ്കിൽ കോർണർ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് നമ്മൾ അടിച്ചു. അങ്ങനെയും ചെയ്യോ? ഈ റൗണ്ട് മാത്രമല്ല. ഇത് മണ്ണര കമ്പോസ്റ്റിനുള്ളതാ, വെർമി ബെഡ് എന്ന് പറയും. ഓക്കെ, ഇതിന്റെ ഒരു നെറ്റ് കണ്ടോ, ഈ വിൻഡോ, ഇത് എയർ സർക്കുലേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെ അതെ. അതുപോലെ നമ്മൾ ഇത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് എല്ലാ സൈഡിലും വലിപ്പം അനുസരിച്ച് പോക്കറ്റുകളുടെ എണ്ണം കൂടുതലുണ്ട്, അപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ വെർമി വാഷ് എടുക്കാൻ, ഇത് വെർമി വാഷ്, അതായത് ഇതിന്റെ ഏറ്റവും വളക്കൂറുള്ള സംഗതിയാണ് വെർമി വാഷ്. അത് കളക്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു ഡ്രെയിൻ പോക്കറ്റ് ആണത്. ഇതുണ്ടോ, ഇവിടെ PVC പൈപ്പ് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കിട്ടും. ഇതിപ്പോ ഏത് സൈസിൽ വേണേലും പറഞ്ഞാല് അത് ചെയ്തു തരും, റെഡിയാണ്. അതേപോലെ തന്നെ എല്ലാ ചട്ടിയുടെയും താഴെ ഭാഗത്തായിട്ട് ഒരു ഹോളൊക്കെ കാണാം. ഇതിനങ്ങനെ പ്രത്യേകം നിങ്ങൾ ഹോള് ചെയ്യുന്ന ഞാൻ ഇത്ര നേരം കണ്ടിട്ടില്ല. ഹോള് വരുന്നുണ്ട്, ഹോൾ ഉണ്ടാവും ഇതിന്. പിന്നെ അതെവിടെ? ഇതേപോലെ ഹോൾ ഇതിലുണ്ടാവും. ഒരു 4 ഹോള് മിനിമം നമ്മൾ ഇടും. 4 ഹോള് മതി, അതിൽ കൂടുതൽ 4-5 മതി അതിന്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവം വെച്ചാല് കൂടുതൽ വെള്ളം ഡ്രെയിൻ ആയി പോകും. അങ്ങനെയല്ല, അത്യാവശ്യം വേണ്ട കുറച്ച് വെള്ളം മാത്രം അങ്ങനെ പോകേണ്ട രീതിയിലാണ് ഹോളും കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ടെൻഷനും ഇല്ല. ഓക്കെ, എവിടെയൊക്കെ നിങ്ങൾ ഇപ്പൊ ഇത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് നമ്മൾ ഓൾ ഇന്ത്യ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ഉണ്ട്. അതെങ്ങനെയാണ്? കടകൾ കൂടിയാണോ? കടകളിൽ കൂടെ ഉണ്ട്. മെയിൻ ആയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്പറിൽ വിളിക്കുമ്പോൾ നമ്മൾ അതിന്റെ സൈസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഏത് സൈസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ പാർസൽ അല്ലെങ്കിൽ കൊറിയർ അയച്ചു കൊടുക്കും. അങ്ങനെ അതാവുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ എവിടെയും എവിടെയും കൊടുക്കാം. ഇൻ കേസ് വീഡിയോ കാണുന്ന സമയത്ത് ആരെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, കാരണം ഇത് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കടക്കാരുണ്ടാവും, അങ്ങനെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ അതിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്ത് അതിനുള്ള സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ്? തുടക്കം മുതൽ നമ്മള് 20 രൂപ മുതലേ തുടങ്ങുന്നത്. 20 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പ്രൈസ് റേഞ്ച് ഏറ്റവും കൂടിയത് എത്രയാന്ന് പറയാൻ പറ്റില്ല, കാരണം ഏത് സൈസ് വേണമെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുമല്ലോ. അത് ശരി. ഈ ഗ്രോ ബാഗ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഗ്രോ ബാഗിൽ നമ്മൾ സാധാ ടാർപോളിൻ ഇല്ലേ, അതായത് ഇപ്പൊ നമ്മൾ വലിച്ചു കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ടാർപോളിൻ, അത് നിങ്ങൾ അളവ് പറഞ്ഞാൽ കൃത്യം അളവിന് 1 സെന്റിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ അടിച്ചു തരും. അളവിന് ചെയ്തു കൊടുക്കും. സാധാരണ നമ്മൾ കടകളിലുള്ള അളവ് നമ്മൾ വാങ്ങിച്ചു പോക്കാണ് വരുന്നത്. അതെ അതെ അതെ. ഇത് ഒരു വെറൈറ്റി ആണ്. അത് നിങ്ങൾ ഏത് അളവ് പറഞ്ഞാൽ ആ അളവിൽ അടിച്ചു തരും. സാമ്പിൾസ് ഉണ്ടോ? ഇത് പല GSMസിൽ, അതായത് പല തിക്നെസ്സിൽ GSMസിലുള്ള ഷീറ്റുകളാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുകളിൽ ഇടുന്ന ടൈപ്പ്. അതെ 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 അതെ. ചൂട് കുറയ്ക്കുന്ന ഒരു ഷീറ്റ് ഉണ്ട്. അതായത് പ്രത്യേക ഇറച്ചിക്കോഴിയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ ഷെഡിന്റെ മുകളിൽ ഓലയൊക്കെ ഇട്ടിട്ടായിരിക്കും മിക്കവാറും ചെയ്യുക. അതിന്റെ മുകളിലിടാനായിട്ട് ചൂട് കുറയ്ക്കുന്ന ഒരു ഷീറ്റ് ഉണ്ട്. അത് വേറെ ഉണ്ട്. അത് വേറെ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് നമ്മളുടെ പോൺ ലൈനേഴ്സ് ഉണ്ട്. ഓക്കെ, ഓൺലൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ കുളത്തിന് അല്ലെങ്കിൽ ഏലക്ക, ജാതി അങ്ങനെയുള്ള തോട്ടങ്ങൾ നനയ്ക്കാൻ വാട്ടർ സ്റ്റോറേജ് ഉണ്ടാക്കൂലേ, വെള്ളത്തിന് ദൗർലഭ്യമുള്ള സ്ഥലങ്ങളിൽ അതിനുപയോഗിക്കുന്ന ഷീറ്റുകളാണ് ഇതൊക്കെ. പോണ്ടൊക്കെ സെറ്റ് ചെയ്യുന്ന. അതെ അതെ അതെ. വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള പരിപാടി. ഇതിപ്പോ തിക്നെസ് നല്ല രീതിയിൽ നല്ല തിക്നെസ്. മെറ്റീരിയലും വ്യത്യാസമുണ്ട്. ഉണ്ട്. 5 വർഷം വാറന്റിയുള്ള മെറ്റീരിയൽ ഉണ്ട്. പിന്നെ ഇത് വണ്ടിക്ക് നമ്മുടെ ട്രക്ക് ടാർപോളിൻ ഇല്ലേ, വണ്ടിക്ക് ഉപയോഗിക്കുന്ന ടാർപോളിൻ, ഇത് പോണ്ടിന് തന്നെ ഉപയോഗിക്കാറുണ്ട്. PVC കോട്ടൺ നൈലോൺ, അങ്ങനെ പല എല്ലാ ടാർപോളിൻ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരുവിധം എന്റെ അറിയിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കും ഇതിന്റെ കൂടെ പോണ്ടിന്റെ പറഞ്ഞതുകൊണ്ട്, ഈ പോണ്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പണികളൊരു കാര്യമാണ്. അതെ, അത് നിങ്ങൾ പോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ മെറ്റീരിയൽ കൊടുക്കുകയാണോ ചെയ്യുന്നത്? എന്താ പരിപാടി? 2 രീതിയിലും ചെയ്യും. അതായത് മെറ്റീരിയൽ വേണ്ട ആളുകൾക്ക് അളവ് പറഞ്ഞാൽ ഇത്ര അടി നീളം ഇത്ര അടി വീതി എന്ന് പറഞ്ഞാൽ കൃത്യം ആ അളവിന് 1 സെന്റിമീറ്റർ പോലും കുറയാതെ നമ്മൾ അത്
ഇവിടുന്ന് ഒറ്റ സിംഗിൾ ഷീറ്റ് ആക്കിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കും ഓക്കെ എനിവെയർ ഇൻ ഇന്ത്യ. ഓക്കെ ഓക്കെ, അതുപോലെ ഇനിയിപ്പം പോണ്ട് ഒക്കെ എടുത്തു, പക്ഷേ ഷീറ്റ് പിരിക്കാൻ അറിയില്ല, ബുദ്ധിമുട്ടാണെങ്കിൽ ആളുകളെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മുടെ ടീമിനെ വിട്ട് അതും സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേ നമ്മൾ വാട്ടർ സ്റ്റോറേജ് അല്ലെങ്കിൽ ഫിഷ് ഫാമിങ്ങിനുള്ള പോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ ലീക്കില്ലാതെ പൈപ്പ് പിടിപ്പിക്കാനുള്ള അടിയിൽ പൈപ്പ് പിടിപ്പിക്കാനുള്ളൊരു കണക്ടറാണ്. ഇത് പുറത്ത് കിട്ടാൻ പാടായിരിക്കും. ഇത് 2 രീതിയുണ്ട്, 2 ടൈപ്പ് ഉണ്ട്, സ്ട്രൈറ്റും ഉണ്ട്, എൽബോയും ഉണ്ട്. ഇത്രയാണ് ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് ടാർപോളിൻ ഫാക്ടറിയുടെ വിശേഷങ്ങൾ. എങ്ങനെയാണ് ഗ്രോ ബാഗ് ചെയ്യുന്നത്, എത്രമാത്രം ശ്രദ്ധിക്കുന്നത്, അതിൽ ഉപയോഗിക്കുന്ന നൂല് പോലും എത്ര കാലം അന്വേഷിച്ചിട്ടാണ് അത് കണ്ടെത്തിയ എല്ലാ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇതെങ്ങനെയാണത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, എത്രമാത്രം ഇത് വെറൈറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രോ ബാഗ്സും കൂടെ ചെയ്യുന്നുണ്ട് ഒക്കെ നമ്മൾ അറിഞ്ഞു. ഇത് കൂടാതെ ഇതിനായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രോഡക്റ്റുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.